അടുത്തത് യോഗം നമ്പർ 3, ദശമൂലകടത്രയം കഷായം. ദശമൂലകടത്രയൈഃ കഷായഃ സവൃഷൈരേഷ സമാച്ഛികഃ പ്രപീതഃ ശ്വാസ അനില കാസ പാർശ്വപൃഷ്ഠ ത്രികമൂർധീം സരുജാംസു സംപ്രതിഷ്ഠ. അപ്പോൾ ഇതിനകത്ത് 2 ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളുണ്ട്, ദശമൂലവും അതുപോലെ ത്രികടവും. ഇത് കൂടാതെ വൃഷം, അതായത് നമ്മുടെ ആടലോടകം, ഇത്രയും ചേർന്നാണ് കഷായം ഉണ്ടാക്കുന്നത്. അതിൽ മാക്ഷികം, അതായത് തേന് അനുപാനമായി ചേർത്താണ് നമ്മൾ കുടിക്കുന്നത്. ഇതെന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഓൾറെഡി ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോനകത്ത് പറഞ്ഞിരുന്നു. മൂർധീം രുജാസു, നമ്മൾ സൈനസൈറ്റിസ്, നമുക്ക് താഴേക്ക് കുനിയുമ്പോൾ മൂക്കിൻ്റെ 2 സൈഡിലും അല്ലെങ്കിൽ പുരികത്തിൻ്റെ മുകൾ വശത്ത് വിങ്ങൽ, അങ്ങനെയുള്ളത് ഒരു കണ്ടീഷൻ ഏറ്റവും നല്ലതാണ് ഈ ദശമൂലകടത്രയം കഷായം. അതുപോലെ ശ്വാസ അനില കാസ, ശ്വാസം കൊണ്ടും പിന്നെ വാദം കൊണ്ടും അതുപോലെ കാസം കൊണ്ടും ഉണ്ടാകുന്ന പാർശ്വപൃഷ്ഠ ത്രികമൂർധ്നീം സരുജാസു സംപ്രതിഷ്ഠ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകും നമ്മുടെ റിബ്സിനുള്ള വേദന, അതുപോലെ പൃഷ്ഠം, നമ്മുടെ നട്ടെല്ലിനുള്ള വേദന, ത്രികം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുതുകെന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ മുതുക്, പിന്നെ മൂർധ്യം, അതായത് നമ്മുടെ ചരിത്ര-ഊർധ്വങ്ങളായിട്ടുള്ള ആ ഏരിയയിലുള്ള വേദനകൾക്കൊക്കെയും ഇത് കൊടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഓരോ ഡ്രഗ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും അതുപോലെ നാടൻ പേരുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ദശമൂലം, ത്രികടു എന്നുള്ള 2 ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളുണ്ട്. പിന്നെ അതുപോലെ വൃഷം, ഇത്രയും ചേർന്നാണ് കഷായം. ഇനി ദശമൂലത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് പഠിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. പൂവളം, കുമിഴ് രണ്ടും കായാണ്. പാതിരി, പയ്യാനി രണ്ടും പാപ്പായാണ്. പൂവളം, കുമിഴ്, പാതിരി, പയ്യാനി. പിന്നെ എക്സ്ട്രാ നമ്മൾ പഠിക്കുന്ന മുഞ്ഞ, അങ്ങനെ 5 എണ്ണം. പിന്നെ ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, ഞെരിഞ്ഞിൽ. ഇപ്പം 4 ഗ്രൂപ്പിനെ നമുക്ക് പഠിക്കാം. കാ വെച്ച് 2 എണ്ണം, പാ വെച്ച് 2 എണ്ണം, പിന്നെ 2 ഇലകൾ, 2 വഴുതിന, പിന്നെ ഇടയ്ക്ക് മുഞ്ഞ, ഞെരിഞ്ഞിൽ, അങ്ങനെ പഠിക്കാം. പൂവളം, കുമിഴ്, പാതിരി, പയ്യാനി, മുഞ്ഞ, ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, ഞെരിഞ്ഞിൽ. അപ്പോൾ ഇത്രയാണ് ദശമൂലങ്ങൾ പറയുന്നത്. ഇതിൽ ഓരോന്നിൻ്റെ നോക്കാം. പൂവളത്തിൻ്റെ സാൻസ്ക്രിറ്റ് നെയിം വില്വം, ഈഗിൾ മർലോസ്. പിന്നെ കുമിഴ് കാശ്മീരി, മെലീന ആർബോറിയ. പാതിരി എന്ന് പറഞ്ഞാൽ പാടലി, സ്റ്റീറോസ്പെർമം ടെട്രാഗോണം. പയ്യാനി, പലകപ്പയ്യാനി എന്നൊക്കെ പറയും. ശോനാകം, ദുണ്ടുകം എന്നും പേരുണ്ട്. ഓറോക്സൈല ഇൻഡിക്കം. മുഞ്ഞ എന്ന് പറഞ്ഞാൽ അഗ്നിമന്ദ ഓർ ഭദ്ര എന്നൊക്കെ പറയും. പ്രംന സെറാറ്റിഫോളിയ ഓർ പ്രംന ഇൻഡഗ്രിഫോളിയ. ഓരില ശാലപർണി, ഡെസ്മോഡിയം ഗ്യാജൻഡിക്കം. മൂവില കൃഷ്ണിവർണി, സ്യൂഡാർദ്രിയ വിസിത. ചെറുവഴുതിന, വെൺവഴുതിന നമ്മൾ ബൃഹദീദ്വയം എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് സെപ്പറേറ്റ് പേരില്ല. പിന്നെ സൊളാനം ഇൻഡിക്കം എന്നും സൊളാനം മെലോഞ്ചന എന്നും അതിൻ്റെ പറയുന്നുണ്ട്. സൊളാനം ഇൻഡിക്കമാണ് 2 പറയപ്പെടുന്നുണ്ട്. ഞെരിഞ്ഞിൽ ഗോക്ഷുരം, നമുക്കറിയാലോ, ഞെരിഞ്ഞിൽ ഗോക്ഷുരം, ട്രിബുലസ് ടെറസ്ട്രിയസ്. ഇത്രയാണ് ദശമൂലത്തിലുള്ള ഡ്രഗുകൾ. അടുത്ത ഗ്രൂപ്പ് ത്രികടു. ചുക്ക, കുരുമുളക്, തിപ്പലി, ഇതാണ് ത്രികടു. ചുക്ക എന്ന് പറഞ്ഞാൽ നാഗരം, നേരത്തെ പറഞ്ഞ് ഡ്രൈഡ് ജിഞ്ചറാണ്, സിഞ്ചിവർ ഒഫിഷനൈൽ. കുരുമുളക് എന്ന് പറഞ്ഞാൽ മരിജം, പൈപ്പർ നൈഗ്രം. തിപ്പലി, പിപ്പലി, പൈപ്പർ ലോങ്ങം. ഇതാണ് ത്രികടു. പിന്നെ എക്സ്ട്രാ നമ്മൾ വൃഷം, ആടലോടകം, അറിയാലോ, ചുമക്കൊക്കെ വാട്ടി പിഴിഞ്ഞ് കുടിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കഫം നിറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ ആടലോടകം ഇതിനകത്ത് കാണും. വൃഷം സർവശേരേഷ എന്ന് പറയുന്ന വൃഷം, ആടലോടകം, ആടത്തോടവാസിക്ക. പിന്നുള്ളത് ഇതിൻ്റെ അനുപാനം മാക്ഷികം, ഹണി ചേർത്താണ് ഇത് കഴിക്കുന്നത്. യൂസസും അതിൻ്റെ ഫലശ്രുതിയൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് 3ാമത്തെ യോഗം.